റഷ്യയിലെ ഒരിടത്ത് 4 മക്കളുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത 2 പുത്രന്മാർ ദുരാഗ്രഹികളായിരുന്നു. ഒരു ദിവസം ഏറ്റവും മൂത്തയാൾ അച്ഛനെ കാണാനെത്തി. അച്ഛാ, ഞാൻ ആകെ ദുരിതത്തിലാണ്. എനിക്കല്പം പണം തന്ന് സഹായിക്കണം. സ്വത്തായാലും മതി. നീ വേണ്ടതിലധികം പണം എന്നോട് വാങ്ങിക്കഴിഞ്ഞു. മാത്രവുമല്ല, ഇവാനും മാർത്തയുമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സ്വത്തെല്ലാം ഇനി അവർക്കുള്ളതാണ്. ആ മണ്ടൻ ഇവാന് സ്വത്തോ? മാർത്തയാണെങ്കിൽ ഒരു മിണ്ടാപ്പൊട്ടി. അവർക്ക് ഈ സ്വത്ത് കൊണ്ട് എന്ത് ഗുണം? എല്ലാവരും മണ്ടനിവാൻ എന്ന് വിളിക്കുന്ന ഇളയ മകൻ വലിയ അധ്വാനിയായിരുന്നു. അവൻ അച്ഛനും ജ്യേഷ്ഠനും സംസാരിക്കുന്നത് കേട്ട് അടുത്തേക്ക് വന്നു. അച്ഛാ, ചേട്ടന് വേണ്ടതെല്ലാം കൊടുത്തോളൂ. എനിക്കൊന്നും ആവശ്യമില്ല. ശരി, നീ പറയും പോലെ. ഇഹി, ഇവൻ ശരിക്കും മണ്ടൻ തന്നെ. മൂത്തവന് പണം കിട്ടിയത് കൊണ്ട് അടുത്ത പുത്രനും അച്ഛനെ കണ്ട സ്വത്ത് കൈക്കലാക്കി. യാതൊരു പരാതിയുമില്ലാതെ ഇവാനും മാർത്തയും അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചു. മക്കളെ, വന്ന ഈ സൂപ്പ് കുടിക്ക്. ഇപ്പൊ വരാം അമ്മേ, ഇതുകൂടി ഉടുത്തു തീരട്ടെ. ഇവാന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും ഒട്ടും രസിക്കാത്ത ഒരാളുണ്ടായിരുന്നു. ചെകുത്താന്മാരുടെ രാജാവ്. അയാൾ തന്റെ 3 ശിങ്കിടികളെ വിളിച്ചു വരുത്തി. സ്വത്തിന്റെ പേരിൽ ഇവാനും ചേട്ടന്മാരും തല്ലുകൂടുമെന്നാണ് ഞാൻ കരുതിയത്. ഈ മനുഷ്യരൊക്കെ നന്നാകാൻ തീരുമാനിച്ചോ? മോശം. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇവാനെയും ചേട്ടന്മാരെയും ദുരിതത്തിലാക്കണം. ഇല്ലെങ്കിൽ 3ന്റെയും വാല് ഞാൻ പിടിതെടുക്കും. അയ്യോ വേണ്ട, എല്ലാം ഞങ്ങൾ ഏറ്റു. 1 മാസം കഴിഞ്ഞു. പറയൂ, എന്തായി കാര്യങ്ങൾ? ഹിഹി, മൂത്തവനെ ഞാൻ കുത്തുവാള എടുപ്പിച്ചു. അവനീ നാട്ടിലേ ഇല്ല. രണ്ടാമത്തേവനും കടക്കണിയില്ല. നാട്ടുകാർ കണക്കിന് തല്ലുന്നുണ്ട്. നീ എന്താ കരയുന്നത്? ഇവാനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താ, ആ മണ്ടനെയോ? ഇവാൻ എപ്പോഴും വയലിലാണ്. വിശ്രമിക്കണമെന്ന് തന്നെ വിചാരമില്ല. ഇന്ന് രാവിലെയും ഞാൻ അയാൾക്ക് കടുത്ത വയറുവേദന ഉണ്ടാക്കിച്ചു. പക്ഷെ അതും സഹിച്ചുകൊണ്ട് ഇവാൻ കൃഷിയിടത്തിൽ പോയി. അയാളുടെ കലപ്പ ഓടിക്കാൻ മണ്ണിനുള്ളിൽ ഒളിച്ച എന്നെ ഉഴുതു മറിച്ചു കളഞ്ഞു. എന്റെ നടി പൊടിഞ്ഞു. എന്തൊരു നാശം! മഹാമോശം. നിങ്ങളെയൊക്കെ ചെകുത്താനെന്ന് വിളിക്കുന്നവരെ വേണം തല്ല. പ്രഭു, ഇവാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞങ്ങളും കൂടെ ചെല്ലാം. എങ്കിൽ വേഗമാകട്ടെ. പിറ്റേന്ന് കലപ്പ എന്തിലും ഉടക്കിയല്ലോ. ഇതെന്ത് ജീവി? 1ാമത്തെ കുട്ടിച്ചാത്തനായിരുന്നു അത്. അയ്യോ, എന്നെ കൊല്ലല്ലേ. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരാം. എനിക്ക് മാന്ത്രിക ശക്തിയുണ്ട്. എങ്കിൽ എന്റെ വയറുവേദന മാറ്റിത്തരൂ. ഇതിന്റെ ഒരു കഷ്ണം കഴിച്ചാൽ എന്ത് വേദനയും മാറും. ഇവാൻ ആ വേരിന്റെ ഒരു കഷ്ണം വിഴുങ്ങി. അതോടെ വയറുവേദന ഭേദമായി. മിടുക്കൻ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അയ്യോ, ദൈവമെന്ന് കേട്ടതും ആ കുട്ടിച്ചാത്തൻ പുകയായി മാറി. പിറ്റേന്ന് ഇവാനെ തേടി 2ാമത്തെ കുട്ടിച്ചാത്തനാണ് ചെന്നത്. ഈ കലപ്പ കൊണ്ടൊരു കുത്തു കൊടുത്താൽ വണ്ടിയിൽ കുറച്ചുകൂടി സ്ഥലം കിട്ടും. അയ്യോ, അതാരാ കരയുന്നത്? ഷെടാ, നീ വീണ്ടും വന്നു. ഞാൻ അവനല്ല, വേറെയാ. എന്നെ രക്ഷിക്കണേ. ശരി, നിന്നെ വെറുതെ വിട്ടാൽ എനിക്കെന്ത് തരും? ഞാനൊരു മാന്ത്രിക വിദ്യ പഠിപ്പിക്കാം. ധാന്യക്കറ്റകൾ ഇങ്ങനെ കുത്തി നിർത്തിയാൽ പട്ടാളക്കാരായി മാറും. നിങ്ങൾ പറയുമ്പോൾ അത് തിരികെ കറ്റയാകും. ആഹാ, ഗംഭീരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അയ്യോ, ദൈവം എന്ന് പറഞ്ഞതും ആ ചെകുത്താനും പുകയായി മാറി. പിറ്റേന്ന് 3ാമത്തെ കുട്ടിച്ചാത്തൻ കൂട്ടുകാരനെ അന്വേഷിച്ച കൃഷിസ്ഥലത്തിൽ ചെന്നു. അതാ ഇവാൻ. എന്റെ കൂട്ടുകാരൊക്കെ എങ്ങോട്ട് പോയി? മരം വീണതും. അയ്യോ, ഞാൻ ചത്തേ. ഷെടാ, ഇതാ ഇനിയും ഒരുത്തൻ. എന്നെ രക്ഷിക്കണേ. ഞാൻ ഇലകൾ സ്വർണമാകുന്ന മാന്ത്രിക വിദ്യ പഠിപ്പിച്ചു തരാം. അത് കൊള്ളാം, വേഗമാകട്ടെ. ഇലകൾ സ്വർണമാകുന്ന വിദ്യ പഠിച്ചതിന് ശേഷം ഇവാന്റെ അനുഗ്രഹം കേട്ട ആ ചെകുത്താനും പുകയായി മാഞ്ഞുപോയി. ഇവാൻ പഴയതുപോലെ കൃഷിയിൽ മുഴുകിക്കഴിഞ്ഞു. ഒരു ദിവസം എങ്ങോട്ടാ എല്ലാവരും കൂടി? അറിഞ്ഞില്ലേ, രാജകുമാരിക്ക് മാറാ രോഗം. കൊട്ടാരം നിറയെ പല ദേശങ്ങളിൽ നിന്നുള്ള വൈദ്യന്മാരാ. നീയും വാ. ആരാണ് കുമാരിയെ രക്ഷിക്കുക എന്നറിയാമല്ലോ. ശരി, ഞാൻ ഈ കാളകളെ തൊഴുത്തിലാക്കിയിട്ട് എത്തിക്കോളാം. ഇവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വല്ലതും തരണേ. എന്റെ 2 കൈകളും തളർന്നു പോയതാ. എല്ലാ രോഗങ്ങളും മാറ്റുന്ന മാന്ത്രിക വേറെ എന്റെ കീശയിലുണ്ട്. പക്ഷെ ഇത് ഇവർക്ക് കൊടുത്താൽ രാജകുമാരി എങ്ങനെ രക്ഷിക്കും? ഇവാൻ 2ഉം കൽപ്പിച്ച് ആ വേറെ ഭിക്ഷക്കാരിക്ക് നൽകി. ഉടനെ ഭിക്ഷക്കാരിയുടെ കൈകൾ നേരെയായി. അങ്ങുന്നിനെ ദൈവം അനുഗ്രഹിക്കും. നിന്നെയാണ് ദൈവം അനുഗ്രഹിച്ചത്. സന്തോഷമായി പോകൂ. മരുന്നെല്ലാം തീർന്നു. എങ്കിലും കൊട്ടാരത്തിലേക്ക് പോകാം. ഹോ, എന്തൊരാൾക്കൂട്ടം! ഇവാൻ രാജകുമാരിയുടെ അരികിലേക്ക് ചെന്നു. ഉടനെ രാജകുമാരിയുടെ രോഗം ഭേദമായി. രാജകുമാരി കണ്ണുകൾ തുറക്കുന്നു. ഇയാളൊരു ദിവ്യൻ തന്നെ. സന്തുഷ്ടനായ രാജാവ് രാജകുമാരിയെ ഇവാനെ വിവാഹം കഴിച്ചു നൽകി. രാജഭരണവും ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ മണ്ടൻ ഇവാൻ പേരുകേട്ട രാജാവായി മാറി.
ധാന്യ കറ്റകൾ കൊണ്ടുണ്ടാക്കുന്ന കരുത്തറ്റ പട്ടാളം രാജ്യത്തെ സംരക്ഷിച്ചു. രാജാവായിട്ടും ഇവാൻ കൃഷിപ്പണി തുടർന്നു. കയ്യിൽ തഴമ്പുള്ളവർക്കേ ആഹാരം കഴിക്കാൻ അർഹതയുള്ളൂ. വളരെ ശരിയാണ് പ്രഭു. നമ്മുടെ രാജാവ് ഒരു മഹാൻ തന്നെ. സ്റ്റോറി ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ആമയുടെ പ്രത്യുപകാരം. കടൽ തീരത്തിലെ ഒരു കുടിലിലാണ് മലേഷി എന്ന യുവാവും അമ്മയും താമസിച്ചിരുന്നത്. അമ്മേ, ഞാൻ കടലിൽ പോകുന്നു. ശരി മോനെ. മലേഷി ദിവസവും കടലിൽ പോയി മീൻ പിടിക്കും. കിട്ടുന്ന മീനെല്ലാം ചന്തയിൽ വിൽക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഇന്ന് ധാരാളം പണം കിട്ടി, ഇതുകൊണ്ട് പലഹാരങ്ങൾ വാങ്ങാം. അപ്പോഴാണ് മലേഷി ആ കാഴ്ച കണ്ടത്. ദേ ഒരാമ, ആഹാ, കല്ലുകൊണ്ട് എറിയടാ. പാവ മാമ, അതിനെ ഇവരെന്തിനാണ് ഉപദ്രവിക്കുന്നത്? ദുഷ്ടന്മാരെ, ആ പാവത്തിനെ വെറുതെ വിടൂ. അവൻ കുട്ടികളുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. അയ്യോ, ഓടിക്കോ. അവൻ ആ ആമയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം ചൂണ്ടയിൽ കുടുങ്ങിയത് ഒരു ആമയാണല്ലോ. നീ എന്നെ ഓർക്കുന്നുണ്ടോ? നീയാണ് എന്നെ വികൃതി കുട്ടികളിൽ നിന്ന് രക്ഷിച്ചത്. പക്ഷേ എന്താണ് നീ നിർത്തിയത്? അന്ന് നിനക്ക് പ്രത്യുപകാരം ഒന്നും നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ നിന്നെ ഞാനൊരു അത്ഭുത കൊട്ടാരത്തിൽ എത്തിക്കാം. അത്ഭുത കൊട്ടാരത്തിലോ? അതെ, കടലിലെ അത്ഭുത കൊട്ടാരം. വേഗം എന്റെ പുറത്ത് കയറിക്കോളൂ. അവൻ ആമയുടെ പുറത്ത് കയറിയിരുന്നു. ഹായ്, എന്ത് രസം. മുറുകെ പിടിച്ചോണേ. ആമ അവനെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു. ഇതാ നമ്മൾ അത്ഭുത കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞു. അത്ഭുത കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആമക്കുട്ടിനെ രക്ഷിച്ചതിനൊക്കെ എത്ര നാൾ വേണമെങ്കിലും കൊട്ടാരത്തിൽ കഴിയാം. നേരോ? അവൻ കൊട്ടാരത്തിനകത്ത് കടന്നു. വരൂ മലേഷി, ഞങ്ങളുടെ ഊടുമുറിയിലേക്ക് വരൂ. എന്റെ അമ്മയും ഗ്രാമത്തിലുള്ളവരുമെല്ലാം പട്ടിണിയിലാണ്. അവർ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വയറു നിറയെ ആഹാരം കഴിക്കും? അതുകൊണ്ട് എന്റെ ഗ്രാമത്തിലുള്ളവർക്കും വയറു നിറയെ ആഹാരം നൽകണം. ശരി, നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവരും നല്ല ആഹാരം കഴിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ, ഇതാ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചോളൂ. ഹായ്, ഇത്ര മനോഹരമായ വസ്ത്രങ്ങൾ. പക്ഷേ എന്തു പറ്റി? ഞാനിവിടെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുമ്പോൾ എന്റെ അമ്മയും ഗ്രാമത്തിലുള്ളവരും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അവർക്ക് നല്ല വസ്ത്രങ്ങൾ കിട്ടണം. ശരി, നീ ഇവിടെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നിന്റെ ഗ്രാമത്തിലുള്ളവരും നല്ല വസ്ത്രം ധരിക്കും. അടുത്ത ദിവസം, വില കൂടിയ ആഭരണങ്ങളാണിത്. എല്ലാം നിനക്കുള്ളതാ, അണിഞ്ഞോളൂ. പക്ഷേ ഞാനിവിടെ വില കൂടിയ ആഭരണങ്ങൾ അണിഞ്ഞു നടക്കുമ്പോൾ എന്റെ ഗ്രാമത്തിലുള്ളവർക്കും അത് കിട്ടുമോ? ഇതാ ഒരു പെട്ടി. ഇതിൽ ആര് തൊട്ടാലും അവർ പണക്കാരനായി മാറും. നീ നന്മയുള്ളവനായതിനാൽ ഈ പെട്ടി നിന്നെ ഏൽപ്പിക്കുകയാണ്. നിന്റെ ഗ്രാമത്തിൽ നീ നന്മ വളർത്തുക. നന്ദി രാജകുമാരി. അങ്ങനെ മലേഷി പെട്ടിയുമായി മടങ്ങി. അധികം വൈകാതെ അവന്റെ ഗ്രാമം സമ്പന്നമായി. മലേഷി അവരുടെ കാണപ്പെട്ട ദൈവവുമായി.